ഒരു വ്യക്തിയുടെ ചെരുപ്പ് വേസ്റ്റാണെന്ന് വിചാരിച്ച് കത്തുന്ന തീയിലേക്കിട്ടു. എല്ലാം ആളിക്കത്തി നശിച്ചു പോയിട്ടും ഈ ചെരുപ്പ് മാത്രം ഒരു കേടും പറ്റാതെ, ചാരമോ ഒന്നും പറ്റാതെ അത്ഭുതകരമായിട്ട് ആ ചെരുപ്പ് അവിടെ ഇരിക്കുന്നു. ഈ ചെരുപ്പിൻ്റെ ഉടമസ്ഥൻ സുവിശേഷ പ്രസംഗകനായ വിശുദ്ധ ഫിലിപ്പ് ബെനീസി ഡി ഡമിയാനോ. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ പ്രാർത്ഥനാപൂർവം, ത്യാഗപൂർവം, പ്രചോദനാത്മകമായിട്ട് കടന്നു ചെല്ലാം. ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന പ്രദേശത്താണ് ഫിലിപ്പ് ബെനീസി ജനിച്ചത്. 1233 ഓഗസ്റ്റ് 15. നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്ന തിരുനാളുകളാണ് ഓഗസ്റ്റ് 15. ഏറ്റവും പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭയിൽ പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ആ വിശുദ്ധ ദിനത്തിലാണ് വിശുദ്ധ ഫിലിപ്പ് ബെനീസി ജനിച്ചത്. തന്നിൽ ജനിക്കാനിരിക്കുന്ന മകൻ എന്തോ പ്രത്യേകതയാണെന്ന് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ജനനദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അന്ന് ഫ്ലോറൻസിൽ ഒരു പുതിയ സഭ രൂപം കൊണ്ടു, സെർവൈറ്റ്സ്, ഓർഡർ ഓഫ് സെർവൈറ്റ്സ്. അതും അത്ഭുതകരമായിട്ടാണ് ആ സഭ അന്ന് തുടങ്ങിയത്. പരിശുദ്ധ മാതാവ് തൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ആ വ്യാകുലം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട് 7 പേർക്ക്, ആ പ്രദേശത്ത് തന്നെയുള്ള 7 കൂട്ടുകാർക്ക് പ്രചോദനം നൽകിയിട്ട് അവരെ ആരംഭിച്ചതാണ്. അവർ ഈ ആഗസ്റ്റ് 15, 1233 തുടങ്ങിയത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ആശ്രമത്തിലുള്ള സന്യാസികൾ അവിടെയെല്ലാം സന്ദർശിക്കുന്നതിന് പോയ കൂട്ടത്തിൽ ഈ വീട്ടിലേക്ക് പോയി. ഫിലിപ്പ് ബെനീസിയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ കുഞ്ഞിന് 5 വയസ്സ് പ്രായം. ഈ കുഞ്ഞ് ഇവരെ കണ്ടപ്പോൾ അത്ഭുതകരമായിട്ട് സംസാരിച്ചു. സാധാരണ 5 മാസം, ഈ കുഞ്ഞിന് 5 മാസം പ്രായമുള്ളപ്പോഴാണ് ഈ സന്യാസികൾ ഈ വീട് സന്ദർശിച്ചത്. സാധാരണ നമുക്കറിയാം, 5 മാസം പ്രായം കുഞ്ഞ് ചെറിയ കുഞ്ഞാണ്, ജസ്റ്റ് നോക്കുക. പക്ഷെ അത്ഭുതകരമായിട്ട് ഈ കുഞ്ഞ് ആ സന്യാസികളോട് അന്ന് വർത്താനം പറഞ്ഞു എന്ന് പറയാം. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടലാണ്. ഇവരുടെ വീട് ഒരു പ്രഭു കുടുംബമാണ്. പഠിക്കാൻ സാമർഥ്യമുള്ള കുഞ്ഞാണ്, ബുദ്ധിയെല്ലാം ഉണ്ട്, ആത്മീയതയിലും വളർന്ന കുഞ്ഞാണ്. ഫിലിപ്പ് ബെനീസിയുടെ പിന്നീടുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് അധികം പറയുന്നില്ല ചരിത്രത്തിൽ. പിന്നീട് പാരീസ്, പാദുവ എന്നീ സ്ഥലങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഡോക്ടറേറ്റ് നേടി. മെഡിസിനിലും ഫിലോസഫിയിലും ഡോക്ടറേറ്റ് നേടി. എല്ലാവിധ കഴിവുകളുമുള്ള വ്യക്തിയാണ് ഫിലിപ്പ് ബെനീസി. മെഡിസിൻ പാസ്സായ ശേഷം ആ നാട്ടിലൊക്കെ മെഡിക്കൽ സേവനത്തിന് ഇറങ്ങി പാവപ്പെട്ടവരെ സേവനം ചെയ്തു. ആശുപത്രികളിലൊക്കെ രോഗികളെ ശുശ്രൂഷിച്ചു. ആ ഇടയ്ക്ക് അവിടെയുള്ള ഇടവക ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോയി. അന്ന് വിശുദ്ധ ബലിമധ്യേ വായിച്ച ലേഖന ഭാഗം അത് പ്രത്യേകമായിട്ട് ഫിലിപ്പിനെ സ്പർശിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങളെ അധ്യായം 8, 26 മുതലുള്ള വാക്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഫിലിപ്പ് എത്യോപ്യക്കാരനുമായിട്ട് സംവദിക്കുന്ന ഭാഗമാണ്. എത്യോപ്യക്കാരൻ ഒരു രഥത്തിൽ യാത്ര ചെയ്യവേ ഫിലിപ്പിനൊരു സ്വർഗീയ സന്ദേശം, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം. ഫിലിപ്പ് ആ രഥത്തിനടുത്തേക്ക് പോവുക. അവിടെ ചെന്നപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഏശയ്യാ പ്രവാചകൻ്റെ പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നാണ് എത്യോപ്യക്കാരൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്. തനിക്കത് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇത് പറഞ്ഞു തരാതെ എങ്ങനെ അറിയും? ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ വായിച്ചു കൊണ്ടിരുന്നത് യേശുവിനെ പ്രതിനിധീകരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ചാണ്. സഹനത്തിലും അവനൊന്നും മിണ്ടിയില്ല. ശാന്തനായ കുഞ്ഞാടിനെ പോലെ നിശബ്ദനായിരുന്നു. ആരാണിത്? ഇത് യേശു ക്രിസ്തുവാണെന്ന് ഫിലിപ്പാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. ഇതിങ്ങനെ വായിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേ അർത്ഥം വെച്ച്. പെട്ടെന്ന് ഈ വാചകത്തിൻ്റെ ആഴത്തിലേക്ക് പോയി എക്സ്റ്റസിയിലായി ഫിലിപ്പ് ബെനീസി പള്ളിയിൽ വെച്ച്. പിന്നെ കാണുന്ന ദർശനം ഇങ്ങനെയാണ്. ഒരു കാട്ടുപ്രദേശത്തോടെ പാറകളും മലകളും എല്ലാം കടന്ന് ഫിലിപ്പ് ബെനീസി ഒരു പ്രദേശം ഇങ്ങനെ കാണുകയാണ്. അവിടെ വന്യമൃഗങ്ങളുണ്ട്, പാമ്പുണ്ട്, തേളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഫിലിപ്പ് ബെനീസി ഇങ്ങനെ പേടിച്ചിരിക്കുക.
ആരാ എന്നെ രക്ഷിക്കുക, ഞാൻ ഈ കാട്ടിൽ കൂടെ പോവാണല്ലോ എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഉന്നതത്തിൽ ഒരു രഥം കാണപ്പെട്ടു. കണ്ണുയർത്തി നോക്കിയപ്പോൾ ആ രഥത്തിൽ പരിശുദ്ധ അമ്മ, ഉണ്ണീശോ, മാലാഖമാര് ചുറ്റും, സ്വർഗീയ വൃന്ദങ്ങൾ, വിശുദ്ധരെല്ലാവരും കൂടിയാണ് രഥം സമീപത്ത് നിൽക്കുന്നത്. ലേഖന ഭാഗത്ത് ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ ഇവിടെയും ഫിലിപ്പിനോട് പറയുകയാണ്, ഫിലിപ്പ് രഥത്തിനടുത്തേക്ക് വരൂ. അപ്പോൾ ആത്മാവിൽ രഥത്തിനടുത്തേക്ക് ഫിലിപ്പ് ചെന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ രഥം ഓടിക്കുന്നത് ഒരു സിംഹവും ഒരു ആടുമാണ്. അതായത് ഈ രഥം വഹിക്കുന്നത് സുവിശേഷത്തിൽ നിന്നാണ്, സുവിശേഷ പ്രഘോഷകരാണ്, സുവിശേഷകരാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പറഞ്ഞു, പരിശുദ്ധ അമ്മ സോറോഫുൾ മാതാവാണ്. മാതാവ് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പം അടുത്തേക്ക് ഒന്നും കൂടി ചെന്നു. മകനെ ഫിലിപ്പ്, എന്നിൽ നിന്ന് കണ്ടുപഠിക്കുക, എന്നെ പ്രഘോഷിക്കുക, എൻ്റെ വ്യാകുലങ്ങളോട് ചേർന്ന് നിൽക്കുക. ഇത് കണ്ടോ? മാതാവിൻ്റെ കരങ്ങളിൽ ബ്രൗൺ ഉടുപ്പുണ്ടായിരുന്നു, സെർവൈറ്റ്സിൻ്റെ ഹാബിറ്റാണ്. എൻ്റെ വ്യാകുലങ്ങളെ നീ ലോകം മുഴുവൻ പ്രഘോഷിക്കുക. ഇത്രയും കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ദർശനം അവസാനിച്ചു. പള്ളിയിൽ നിന്ന് തന്നെ ഫിലിപ്പിന് മനസ്സിലായി, എന്നെ വിളിച്ചിരിക്കുന്നത് ഇനി ഡോക്ടർ ജോലി തുടരുവാനല്ല, സന്യാസ സഭയിലേക്ക് എന്നെ തന്നെ അർപ്പിക്കാനാണ്. തുടർന്ന് 1253 20-ാം വയസ്സിൽ ഓർഡർ ഓഫ് സെർവൈറ്റ്സ് അർത്ഥം സെർവൻസ് ഓഫ് മദർ മേരി, വ്യാകുല മാതാവിൻ്റെ സെർവൻസ്, ഈ സഭയിൽ ചേർന്നു. ഒരു ബ്രദറായിട്ടാണ് ചേർന്നത്, സാധാ ബ്രദർ. വൈദികനാകാനായിട്ട് ഉദ്ദേശിച്ചില്ല, കാരണം അത്രമാത്രം സിമ്പിളാണ്, എനിക്ക് എളിമയോടുകൂടി ജീവിച്ചാൽ മതി. തുടർന്ന് ആഴമായ പ്രാർത്ഥനയിലേക്ക് ഒന്നും കൂടി പ്രവേശിച്ചു. പൊതുവെ പ്രാർത്ഥനാശീലമുള്ള വ്യക്തിയാണ്. കൂടുതൽ സമയം വ്യക്തിപരമായിട്ട് വചനം വായിച്ചു, ക്രൂശിതനെ നോക്കി ധ്യാനിച്ചു. അവിടങ്ങളിലുള്ള പ്രദേശങ്ങളിലുള്ള ഏകാന്തമായിട്ടുള്ള ഗുഹകളിൽ, ചില സ്ഥലങ്ങളിൽ പർവ്വതങ്ങളോട് ചേർന്ന് ഗുഹകളുണ്ട്, അവിടെയെല്ലാം പോയി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, ദർശനങ്ങൾ ലഭിക്കും, പ്രായശ്ചിത്തങ്ങൾ ചെയ്യും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ ലളിതമായിട്ടുള്ള ജോലികൾ ചെയ്യും, കാർഷികമായിട്ടുള്ള വൃത്തികൾ, ആശ്രമത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. കൂടെയുള്ളവരും അധികാരികളുമെല്ലാം ഫിലിപ്പിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആഴമായ ആധ്യാത്മികതയാണല്ലോ ഫിലിപ്പിന്. അതുകൊണ്ട് ഫിലിപ്പിനോട് പറഞ്ഞു, മകനെ ഫിലിപ്പ്, പട്ടം സ്വീകരിക്കാം, വൈദികനാകാം. അങ്ങനെ അവരുടെ എല്ലാ നിർദ്ദേശപ്രകാരം വൈദികനാകാണ്. 1259 തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി. തുടർന്നങ്ങോട്ട് തനിക്ക് കിട്ടിയ ആഴമായ അനുഭവങ്ങളെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഓട്ടമായിരുന്നു. യൂറോപ്പ് മുഴുവനും ഏഷ്യയുടെ പല ഭാഗങ്ങളും സുവിശേഷം പ്രസംഗിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് ഇവരുടെ ദൗത്യം വ്യാകുല മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 7 വ്യാകുലങ്ങൾ എന്തെല്ലാമാണെന്ന്, അതിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്നത് കൊണ്ട്. ഈ 7 വ്യാകുലങ്ങളിൽ കൂടെ കടക്കുമ്പോൾ മാതാവ് തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഞാൻ വ്യാകുലയല്ല, എനിക്ക് വിഷമമില്ല. നമുക്കറിയാം യേശുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മ ദുഃഖിതയായില്ല. പീഡകൾ അനുഭവിപ്പിച്ചവരോട് ദേഷ്യമുണ്ടായിരുന്നില്ല, സങ്കടമുണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്ന വ്യാകുലം എന്താണ്? ലോകത്തിൻ്റെ പാപങ്ങളെ ഓർത്തുള്ള വ്യാകുലം. എൻ്റെ മകൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മരിക്കുന്നത്, അതുകൊണ്ട് പാപത്തിലിരിക്കുന്ന, നശിക്കുന്ന, ആത്മാവ് നശിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഈ ജനം എൻ്റെ മകൻ്റെ സഹനം വഴി ഏറ്റവും വേഗം രക്ഷപ്പെടട്ടെ എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ടാണ് മകൻ്റെ ജനന നിമിഷം മുതൽ അവസാനം വരെയുള്ള സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ സഹരക്ഷകയായിട്ട് കൂടെ നിന്ന് നമുക്ക് വേണ്ടി സഹരക്ഷകയായി തീർന്നത്. ഇത് ജനങ്ങളോട് മുഴുവൻ ഫിലിപ്പ് ബെനീസി പ്രസംഗിക്കുമ്പോൾ ജനം ഇത് കേട്ട് മാനസാന്തരപ്പെടുകയാണ്. ത്യാഗം ചെയ്ത് ആളുകളുടെ പാപത്തിന് വേണ്ടി സ്വയം പരിത്യാഗം ചെയ്തിട്ടാണ് ഫിലിപ്പ് ബെനീസി പ്രസംഗിക്കുവാനായിട്ട് ഇറങ്ങുന്നത്. ഇത് കേൾക്കുന്ന ജനം തനിയെ ദൈവത്തിലേക്ക് തിരികെ വരികയാണ്. വ്യാകുല ജപമാല, വ്യാകുല ഭക്തി അന്ന് അല്ല ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം സഭയിൽ നിലവിൽ വന്നത്, കൊന്ത എന്ന പേരിൽ നിലവിൽ വന്നത് 1307 മുതൽ 1375 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്വീഡനിലെ
വിശുദ്ധ ബ്രിജറ്റിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ 1668 വ്യാകുല മാതാവിൻ്റെ തിരുനാൾ സഭയിലൊക്കെ ആഘോഷിക്കുന്നതായിട്ട്. പക്ഷെ അതിനു മുമ്പേ സെർവൈറ്റ്സിൻ്റെ വ്യാകുല കൊന്ത എന്ന നിലയിലാണ് ഇത് അറിയപ്പെട്ടത്. അപ്പോൾ ജനമെല്ലാം മാനസാന്തരപ്പെട്ടു. ആർക്കെല്ലാം എന്തെല്ലാം സേവനം ചെയ്തു അതെല്ലാം ഫിലിപ്പ് ബെനീസി ചെയ്തു. ഫിലിപ്പ് ബെനീസി ഇവരുടെ തന്നെ സഭയിൽ പല ആശ്രമങ്ങളുടെയും സുപ്പീരിയറായി, നോവിസ് മാസ്റ്ററായി, 1267 സുപ്പീരിയർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. 1267 മുതൽ തുടർന്നങ്ങോട്ട് 18 കൊല്ലക്കാലത്തേക്ക് സുപ്പീരിയർ ജനറലായിരുന്നു. ജനറലായപ്പോഴും അധികാരമൊക്കെ കിട്ടിയപ്പോഴും പറയും എനിക്ക് വേണ്ട, തരണ്ട. പക്ഷേ അധികാരത്തിന് കീഴിൽ അവരെ സേവിക്കാൻ അവസാനം മനസ്സ് കാണിച്ച് അനുസരണം കീഴിൽ ആ അധികാരം ഏറ്റെടുക്കുകയാണ്. സുപ്പീരിയർ ജനറലായിരുന്ന കാലഘട്ടത്തിൽ സഭയ്ക്ക് ഏറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. അവിടെ തുടങ്ങിയ പല സഭകളെയും നിർത്തലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് പോപ്പിനെ കാണാനായിട്ട് ഫിലിപ്പ് ബെനീസി ചെന്നു. അപ്പോൾ പോപ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഫ്ലോറിയ സ്ഥലത്ത് അവിടെ 2 പട്ടണങ്ങൾ തമ്മിൽ ഭയങ്കര ഭിന്നതയിലാണ്, നിങ്ങൾ ഇടപെട്ട് പെട്ടെന്ന് ആ ഭിന്നത അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്തേക്ക്, പട്ടണത്തിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് അവിടുത്തെ ഒരു പ്രമാണിയുടെ മകനെയാണ്, പെരിഗ്രിൻ. ആ പെരിഗ്രിന് ഇതിഷ്ടമല്ല. ഫിലിപ്പ് ബെനീസി വന്നപ്പോൾ എതിർത്ത് ഇങ്ങനെ നിന്നു, വർത്തമാനത്തിലൊക്കെ അങ്ങനെ നിന്നു. പക്ഷേ ഫിലിപ്പ് ബെനീസി വളരെ ശാന്തമായും ആത്മീയമായിട്ടും സംസാരിച്ച് പതുക്കെ പെരിഗ്രിൻ ഒരു മാനസാന്തരത്തിലേക്ക് വന്നു. പിന്നെ പറയുന്നത് സെർവൈറ്റ് സഭയിൽ ഈ പെരിഗ്രിൻ അംഗമായി തീർന്നു. അവസാനം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തീർന്നു പെരിഗ്രിൻ. ഈ കാലഘട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ആ നാട് മുഴുവൻ നടന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരു കുഷ്ഠരോഗിയെ കണ്ടു. അപ്പോൾ കുഷ്ഠരോഗി എന്തെങ്കിലും തരണേ എന്ന് ഫിലിപ്പ് ബെനീസിയോട് പറഞ്ഞു. ഫിലിപ്പ് ബെനീസി നോക്കിയപ്പോൾ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ. അപ്പോൾ വേഗം ഇട്ട ഡ്രസ്സ് ഊരി കൊടുത്തു. ഈ ഡ്രസ്സ് കുഷ്ഠരോഗി ധരിച്ച ആ സമയം ആ കുഷ്ഠരോഗി പരിപൂർണമായിട്ടും സൗഖ്യമായി. ഇത് ജനം മുഴുവൻ അറിഞ്ഞു. എല്ലായിടത്തും പാട്ടായി, പ്രശസ്തി വർദ്ധിച്ചു. ഇത്ര ആത്മീയതയുടെ ആഴം എല്ലാവരും ഒന്നുകൂടി ഗ്രഹിച്ചു. ആ കാലഘട്ടങ്ങളിൽ മറ്റൊരു കാര്യം കൂടി നടന്നു. ക്ലെമന്റ് 4 മാർപ്പാപ്പ, അന്നത്തെ പോപ്പ്, പെട്ടെന്ന് നിര്യാതനാവുകയാണ്. അടുത്ത മാർപ്പാപ്പേനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാവരും കർദിനാൾ സംഘത്തോട്, പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന കർദിനാൾ സംഘത്തോട് പറഞ്ഞു, ഫിലിപ്പ് ബെനീസി യോഗ്യനായ വ്യക്തിയാണ്, നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു തീരുമാനം അതവിടെ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട് എന്ന് ഫിലിപ്പ് ബെനീസി അറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ അടുത്തുള്ള ഒരു മലയുടെ അടിവാരത്തുള്ള ഒരു ഗുഹയിൽ പോയി, ആരും അറിയാതെ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി. ബൈബിളും പിടിച്ച് ക്രൂശിത രൂപം കൈ പിടിച്ച് ധ്യാനിച്ച് അങ്ങനെ ഇരുന്നു. അതിനുശേഷം പുതിയ പോപ്പ് ഗ്രിഗറി 10 തിരഞ്ഞെടുത്ത ശേഷം, ആ തിരഞ്ഞെടുപ്പ് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഗുഹയിൽ നിന്ന് പുറത്തു വന്നത്. എളിമ കൊണ്ടാണ്, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഈശോയെ പ്രഘോഷിച്ചാൽ മതി, എനിക്ക് അധികാരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാണ്. അങ്ങനെ ആത്മീയമായിട്ട് വളർന്നിരിക്കുമ്പോഴും ഏറെ പ്രതിസന്ധികൾ, സഭയിൽ നിന്ന് തന്നെ തടസ്സങ്ങളുണ്ട്. ചില കാര്യങ്ങളൊന്നും പറയുമ്പോൾ എല്ലാവരും അത് കേൾക്കണമെന്നില്ല. എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താലും അതിനൊരു ഫലം കിട്ടുന്നില്ല. അതിനവർ ചെവിക്കൊള്ളുന്നില്ല, പറഞ്ഞത് കേൾക്കുന്നില്ല, സഹകരിക്കുന്നില്ല, തൻ്റെ ഭാഗത്ത് എത്ര എളിമയിൽ ചെയ്താലും. അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ ഇടപെട്ട് പ്രചോദനങ്ങൾ നൽകി, പ്രത്യക്ഷങ്ങൾ നൽകി ശക്തിപ്പെടുത്തി പോന്നു. ഞാനുണ്ട് കൂട്ട്, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ ദർശനങ്ങൾ പിന്നെയും ലഭിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥനയിൽ തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മാവിൽ പടപൊരുതുന്നു സാത്താനോട്. അപ്പോൾ ഉള്ളിലൊരു തോന്നലിങ്ങനെ, സാത്താൻ്റെ ഒരു തോന്നിപ്പിക്കൽ, നീ അറിഞ്ഞും അറിയാതെയും ഈ പാപങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, ദൈവം കരുണ കാണിക്കില്ല. അപ്പോൾ സാത്താൻ്റെ ചിന്ത നന്മയുടെ ചിന്തയും തമ്മിൽ ഉള്ളിൽ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ മറികടക്കാനായിട്ട് കുറേ പ്രാവശ്യം നോക്കി. വീണ്ടും സാത്താൻ ഓരോന്ന്, ദൈവം കരുണ കാണിക്കില്ല, ദൈവകാരുണ്യത്തിനെതിരെ സാത്താൻ്റെ പ്രലോഭനങ്ങൾ. നിരാശയിലേക്ക് വരുന്ന നിമിഷങ്ങൾ പോലും ചിലപ്പോൾ പെട്ടെന്ന് പരിശുദ്ധ മാതാവ് അവിടെ ഇടപെട്ട് സാത്താൻ്റെ ചിന്തകളെ വേഗം കളഞ്ഞ് സാത്താനെ അവിടുന്ന് ഓടിച്ചു കളയുകയാണ്. പരിശുദ്ധ അമ്മ വന്നാൽ അവിടുന്ന് സാത്താൻ്റെ ശക്തി പോകും. മാത്രമല്ല, ഇത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഒരു കിരീടം കാണിച്ചിട്ട് പറഞ്ഞു, അവനെ പേടിക്കണ്ട, ദൈവം കാരുണ്യവാനാണ്, നീ കൂടെയുണ്ടല്ലോ, നീ എല്ലാത്തിനോട് സഹകരിക്കുന്നുണ്ടല്ലോ, ഭയപ്പെടേണ്ട.
ഇതാ സ്വർഗത്തിൽ നിനക്ക് ലഭിക്കാനിരിക്കുന്ന കിരീടം ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കിരീടം എടുത്തിങ്ങനെ കാണിച്ചു. ഈ സംഭവങ്ങൾക്ക് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ക്രൂശിത രൂപം പിടിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്നാണ് ദൈവസന്നിധിയിലേക്ക് പോവുക? ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കുരിശുരൂപം ഇങ്ങനെ പിടിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് എൻ്റെ പുസ്തകം, ഈ ക്രൂശിത രൂപമാണ് എൻ്റെ പുസ്തകം, ഇതിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്, ഇതാണ് എന്നെ പഠിപ്പിക്കുന്നത്, ഇതാണ് എനിക്ക് ലോകത്തിന് മുഴുവൻ കൊടുക്കാനുള്ളത്, ഈ കുരിശാണ് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നത്. കുരിശേ നന്ദി എന്ന് പറഞ്ഞിട്ട് ചങ്കോട് ചേർത്തിങ്ങനെ വെച്ചിങ്ങനെ ഇരുന്നു. അതിനുശേഷം സക്രിയായുടെ ഗീതം ഉറക്കെ ആലപിച്ചു. തുടർന്ന് സങ്കീർത്തനം 30 ഉറക്കെ ആലപിച്ചു. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ. ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ ആത്മാവിനെ സ്വർഗഗേഹത്തിലേക്ക് സ്വർഗം കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അത് 1285 ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 നമുക്കറിയാം, ലോകറാണി പരിശുദ്ധ അമ്മ രാജ്ഞി ലോകറാണിയുടെ തിരുനാളാണ്. ഫിലിപ്പ് ബെനീസി മരിച്ച ഉടനെ തന്നെ അവിടെ മുഴുവൻ മാലാഖമാരുടെ ഗീതമാ എല്ലായിടത്തും ഇങ്ങനെ തനിയെ ഉയർന്നു കേട്ടു. പാട്ട് കേട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്. മാത്രമല്ല ആ പ്രദേശം മുഴുവൻ സുഗന്ധം നിറഞ്ഞു എന്നാണ് പറയുക. ആളുകൾ തിക്കിക്കൂടി തിരക്കായി മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് ഫിലിപ്പ് ബെനീസിയെ കാണാനായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് വന്നുകൊണ്ടിരുന്നു. 6 ദിവസമായിട്ടും സംസ്കരിക്കാനായിട്ട് പറ്റാത്ത വിധം ജനത്തിരക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിലെ പ്രത്യേകത, ആ ബോഡി അവിടെ ഇരിക്കുമ്പോൾ തന്നെ 28 അത്ഭുതങ്ങൾ നടന്നതായിട്ട് ചരിത്രത്തിൻ്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ നോട്ടറിയുടെ മകള് യുവതി, ഒരു കൈ മാത്രം സ്വാധീനം, 2 കാലും തളർന്ന്, കൈ ഒരെണ്ണം തളർന്നിങ്ങനെ അവളെ സ്ട്രക്ചറിൽ കൊണ്ടുപോയി അവളെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് ഈ ബോഡിയുടെ അടുത്ത് കിടത്തി. തനിക്ക് പറ്റാവുന്ന ഒരു കൈ കൊണ്ട് പതുക്കെ ബോഡിയെ തൊട്ടവശം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണ പോലെ ഒരു ശക്തി തൻ്റെ ശരീരത്തിലേക്ക് കടന്നു. ആ യുവതി പെട്ടെന്ന് 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഇവരുടെ സെർവൈറ്റ്സിൽപ്പെട്ട വേറൊരു സഹോദരൻ, അയാൾക്ക് ഒരു കൂന് അസുഖമായിരുന്നു. ഈ മൃതദേഹത്തെ തൊട്ട് വണങ്ങിയ ആ നിമിഷം അയാൾ സുഖപ്പെട്ടു. അതുപോലെ തന്നെ ജന്മനാ അന്ധനായ ഒരു വ്യക്തി കാലിൽ ചുംബിച്ചു. ആ സമയം അന്ധത മാറി സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ ബെനീസിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ആ സ്ത്രീയും തൻ്റെ എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും വിമുക്തയായി പരിപൂർണ സൗഖ്യം ലഭിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. മറ്റൊരു സംഭവം കൂടി എടുത്തു പറയുന്നത്, ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ഒരു ചെന്നായ കടിച്ചു കുഞ്ഞ് മരിച്ചുപോയി. ഈ സ്ത്രീ വീട്ടിലായിരുന്ന നേരത്തെ കുഞ്ഞ് കളിക്കാൻ പെട്ടെന്ന് പുറത്ത് പോയപ്പോൾ കണ്ടില്ല. പെട്ടെന്ന് ചെന്നായ കടിച്ചു കീറി കൊന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ത്രീ കണ്ടത്. ആളുകളെ വിളിച്ചുകൂട്ടി കുഞ്ഞിൻ്റെ ബോഡി കീറി ചിന്ന ഭിന്നമായ ബോഡി. ഈ സ്ത്രീ പറഞ്ഞു, അതെ അവിടെ ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ഫിലിപ്പ് ബെനീസി, അത് വിശുദ്ധനാണ്, അവിടെ കൊണ്ടുപോയാൽ എൻ്റെ കുഞ്ഞിന് ജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വാസം മാത്രം മുറുകെ പിടിച്ച് സങ്കടത്തെല്ലാം അതിജീവിച്ച് ഓടി വന്ന് ആ ബോഡി എടുത്തിട്ട് ഈ ഫിലിപ്പ് ബെനീസിയുടെ മൃതദേഹത്തിനരികെ ഇട്ടു. അത്ഭുതകരമായിട്ട് ദൈവം തൻ്റെ പ്രിയപുത്രനായ ഈ ഫിലിപ്പ് ബെനീസിയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. ചിന്ന ഭിന്നമായി പോയ ആ ബോഡി ഒരു കേടുമില്ലാത്ത പോലെ, ഒരു മുറിവ് പോലും ഇല്ലാത്തതുപോലെ നല്ലൊരു കുഞ്ഞ് ശരീരമായിട്ടത് മാറി. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നീണ്ട അത്ഭുതങ്ങൾ പോയി. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സംസ്കരിക്കാനായിട്ട് പറ്റിയത്. ദൈവത്തെ മഹത്വപ്പെടുത്തിയ സുവിശേഷ നാടുനീളെ പ്രസംഗിച്ച ഫിലിപ്പ് ബെനീസിയെ ദൈവവും സ്വർഗത്തിൽ ബഹുമതി നൽകിക്കൊണ്ട് സ്വർഗത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഉന്നതനായിട്ട് കണക്കാക്കി. ഈ അത്ഭുതങ്ങളെല്ലാം വിലയിരുത്തി 1671 ഗ്രിഗറി 10 മാർപ്പാപ്പ ഫിലിപ്പ് ബെനീസിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. നമുക്കറിയാം, നമ്മെല്ലാം പ്രചോദിപ്പിക്കുന്ന ദൈവികമായിട്ടുള്ള ജീവിതം നയിച്ച ഫിലിപ്പ് ബെനീസി നമുക്കും മാതൃകയാണ്. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഏത് ജീവിത സാഹചര്യത്തിലും യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് എളിമയുള്ള ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് വിശുദ്ധ ഫിലിപ്പ് ബെനീസി നമ്മെ ക്ഷണിക്കുന്നു. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് ഇപ്പോഴും ഉണ്ട്.
നമ്മളിവിടെ ഇരുന്ന് ഒന്ന് വിളിച്ചാൽ വിശുദ്ധ ഫിലിപ്പ് ബെനീസി നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടും. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഉയർന്നു വരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ വിശുദ്ധ ഫിലിപ്പ് ബെനീസിയുടെ മാധ്യസ്ഥം വഴിയായിട്ട് സ്വർഗത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധൻ തൻ്റെ മാധ്യസ്ഥം വഴി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു.